സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കൃപ 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 കൃപ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയാ ഭരിക്കണം, ദൈവകൃപയാ ഭരിക്കണം. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കൃപ 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 കൃപ. പരിശുദ്ധനായ ദൈവമേ, നല്ല കൃപയ്ക്കായി വാഴ്ത്തുന്നു. ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് ലൈവിൽ കർത്താവിൻ്റെ തിരുവചനവുമായി ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തും അകലെയായി എന്നെ ശ്രവിക്കുകയും എന്നെ കാണുകയും ചെയ്തതായ എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രത്യേകാൽ ഈ ലൈവിൻ്റെ അഡ്മിനായിരിക്കുന്ന ഷിജു പാസ്റ്റർ കുടുംബം, അവർക്കും പ്രത്യേകാൽ ദൈവനാമത്തിൽ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള ചില വാക്യങ്ങളെ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3 മുതലുള്ള ചില വാക്യങ്ങളെ വായിക്കുന്നു. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഒരു പ്രാവശ്യം കൂടി വായിക്കുന്നു. ഏകസത്യമായ ദൈവം നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ വായിച്ചു കേട്ടതായ വേദവാക്യം എല്ലാവർക്കും സുപരിചിതമാവുന്ന ഒരു വേദവാക്യമാണ്. പല രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പലരിൽ നിന്നും ഇതിൽ നിന്ന് ദൂതുകൾ കേൾക്കുവാനിടയായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതുമായ ഒരു വേദവാക്യമാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. പ്രത്യേകാൽ യോഹന്നാൻ്റെ സുവിശേഷം തന്നെയുമല്ല, സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളാണ് ഉള്ളത് പുതിയ നിയമത്തിൽ. എന്നാൽ 3 സമവീക്ഷണ സുവിശേഷവും യോഹന്നാൻ്റെ സുവിശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ കാണുകയും ചെയ്യുന്നു, നമ്മൾക്ക് കാണാനും കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം യോഹന്നാൻ ഇതിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സുവിശേഷമാണ്. എന്നാൽ ഇവിടെ വായിച്ച വേദവാക്യം ആയതിനാൽ ഇവിടെ നാം വായിച്ചു കേട്ടല്ലോ, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്നതായ യേശുക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവൻ ആകുന്നു എന്നാകുന്നു ഇതിനകത്തെ വേദവാക്യം. അപ്പോൾ
നിത്യജീവനാണ് ഇതിനകത്ത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കൂടുതലായി ലഭിക്കുന്ന ഒരു വാക്യമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ അതിനെ പ്രത്യേകമായിട്ട് വേറൊരു പേര് എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം സ്വർഗരാജ്യത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്ന ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ അനന്ത ജീവിതം, അവസാനമില്ലാത്ത ജീവിതം, അതാണ് നിത്യജീവിതത്തിൻ്റെ അർത്ഥം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് യേശു ദൈവപുത്രൻ എന്ന് ഇതിൽ രേഖപ്പെടുത്തി. പ്രത്യേകാൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മനുഷ്യനായി പിറന്ന് മാനവരുടെ ഇടയിൽ ജീവിച്ച ദൈവത്തിൻ്റെ നിത്യവചനമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു. യോഹന്നാൻ രേഖപ്പെടുത്തിയത് യേശു ദൈവപുത്രൻ എന്ന്, വാഗ്ദത്ത രക്ഷകൻ എന്നുമാണ് ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാഗ്ദത്ത രക്ഷകൻ എന്ന് പറയുമ്പോൾ യേശു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് രക്ഷയെക്കുറിച്ച്. അപ്പം ഈ രക്ഷ നേടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യകത. അപ്പം ഇവിടെ വായിച്ചിരിക്കുന്നത് രണ്ട് വ്യക്തികളെ അറിയുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ട് വ്യക്തികളെ അറിയുമ്പോൾ നിത്യജീവൻ ലഭിക്കുക. നാം ഒന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, മാനുഷികമായ രീതിയിലുള്ളൊരു ചിന്ത നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്ത്യയിലുള്ളവരെയും പ്രത്യേക കേരളത്തിലുള്ളവരെയും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏകദേശം ആൾക്കാരെയൊക്കെ നമ്മൾക്കൊരു പക്ഷേ പരിചയമുണ്ടാകാം. നമ്മൾ വായനയിലൂടെയും കേട്ടുകേഴ്വിയിലും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ ഇവരെയൊക്കെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് സ്വർഗരാജ്യം ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു പുസ്തകം ഈ ഉലകത്തിലേ ഇല്ല. സ്തോത്രം. ഒരു പുസ്തകത്തിലും എഴുതി കാണാത്തൊരു പദമാണ് ഇത്. ലോകത്തിലുള്ള പുസ്തകങ്ങളെല്ലാം എല്ലാ ലൈബ്രറികളിൽ നിന്നും പുസ്തകങ്ങൾ ടൺ കണക്കിന് നമ്മൾ കൊണ്ടുവന്ന് ഇരുന്ന് വായിച്ചാലും നമ്മൾക്ക് ലഭിക്കാത്തൊരു പദമാണ് രണ്ട് വ്യക്തികളെ അറിയുമ്പോൾ നിത്യജീവൻ ലഭിക്കുമെന്ന്. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമല്ലാതെ എങ്ങും ലഭിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഒരുമാതിരിപ്പെട്ടവരെല്ലാം അറിയാം. വലിയ വലിയ മഹാന്മാരുണ്ട്, വലിയ വലിയ നേതാക്കന്മാരുണ്ട്, അങ്ങനെ പലവിധമാകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം മരിച്ചുപോയവരുമാണ്. എന്നാൽ അവരെയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾക്ക് നിത്യജീവൻ ലഭിക്കും എന്നൊരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഈ സത്യവേദ പുസ്തകത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയജനമേ, അങ്ങനെയല്ല. വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, രണ്ട് വ്യക്തികളെ അറിയുക, നിനക്ക് നിത്യജീവൻ ലഭിക്കും. മനുഷ്യൻ എന്ന ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കുവാൻ ഏതെല്ലാം പ്രകാരമുള്ള ക്രിയാകർമ്മങ്ങൾ ചെയ്തു പോകുന്നറിയാമോ? പലരും പണം മുടക്കി ചെയ്യുന്നുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ കടന്നുപോയി മലകൾ ചവിട്ടി, അല്ലാതെയും തീർത്ഥാടനത്തിൽ കൂടെയും അങ്ങനെ പലവിധമാകുന്ന രീതിയിൽ, അതായത് പ്രയത്നം, അതുപോലെ അവരുടെ അല്ലെങ്കിൽ പൈസ ചെലവാക്കിയും ശാരീരികമാകുന്ന രീതിയിൽ അവർ പ്രയത്നിച്ചും അവർ നോക്കിയാണ്. എന്തിനാ? മോക്ഷം എന്ന് വെച്ചാൽ നിത്യജീവൻ ലഭിക്കേണ്ടതിന്. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഏകസത്യദൈവം. ഏകസത്യദൈവം എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഏകസത്യദൈവമെന്ന് അവിടെ കുറിക്കാൻ കാരണം. അപ്പോൾ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്. അപ്പം അവൻ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ പരം ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു കാര്യം ഇനി ഈ ലോകത്ത് നമ്മൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? അറിഞ്ഞാൽ
അവനെ അറിയുകയാണെങ്കിൽ നിത്യജീവൻ ലഭിക്കും. പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അറിയുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. തന്നെയുമല്ല, ദൈവം എന്ന പദം ഒരു മനുഷ്യനും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പദമാണ്. ദൈവം എന്ന പദം ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവമേ എന്നൊന്ന് വിളിക്കാത്ത ഒരു മനുഷ്യനും കാണുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ കേൾക്കുന്നില്ല, എങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വെച്ച് ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം തീർച്ചയായും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്ന് നമ്മൾക്ക് അനുമാനിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം എന്ന പദം ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പദമാണ് ദൈവം എന്ന പദം. അതുകൊണ്ടാണ് ദൈവത്തെ അറിയേണ്ട ആവശ്യകത എന്ത് എന്നുള്ളതും യോഹന്നാൻ വിവരിച്ചിരിക്കുന്നത്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ദൈവത്തെ എങ്ങനെ അറിയണം, ഏത് രീതിയിലാണ് ദൈവത്തെ അറിയുന്നത്, ദൈവമാരാണ്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്പസമയത്തിനുള്ളിൽ നമ്മൾക്ക് ഈ വിഷയങ്ങൾ സംസാരിക്കാനാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു, അതായത് കേൾക്കുന്ന ശ്രോതാക്കളോട് ഒരു ചെറിയ ചോദ്യത്തോടു കൂടി ഇവിടെ ആരംഭിക്കാം. വാസ്തവമായി നമ്മുടെ ഹൃദയത്തോട് നമ്മൾ സംസാരിക്കുകയും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ്, നാം ദൈവത്തെ അറിയുകയാണോ അതോ ദൈവത്തെ കുറിച്ച് അറിയുകയാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ അറിയുകയാണോ അതോ ദൈവത്തെ കുറിച്ച് അറിയുകയാണോ? എന്നാൽ ഇന്ന് ലോകം നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ കൺമുൻപിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ദൈവത്തെ കുറിച്ച് അറിയുക എന്നുള്ളത്. എങ്ങനെ? ഏതാണ്ട് 90% ആൾക്കാരും ദൈവത്തെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ ദൈവം എങ്ങനെയുള്ളവൻ, ദൈവത്തെക്കുറിച്ചാണ് അറിയുന്നത്. എന്നാൽ ദൈവത്തെ അറിയുക, ദൈവത്തെക്കുറിച്ച് അറിയുക, ഇത് രണ്ടും രണ്ട് രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കേൾക്കുന്നു, തിരുവചനം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു, ഇതിൽ കൂടി ദൈവത്തെ കുറിച്ചറിയുകയാണ്. നമ്മൾ സത്യവേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അത് വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവനെ കുറിച്ച് നമ്മൾ അറിയുന്നു. നമ്മൾ TV ചാനലുകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അനേക നല്ല പ്രഗത്ഭരായ ദൈവദാസന്മാർ പ്രസംഗിച്ച് കേൾക്കുന്നു. ഇതെല്ലാം ദൈവത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചാണ്. അതെ. അപ്പോൾ വായനയിലൂടെയും ഇങ്ങനെയുള്ള കേൾവിയിൽ കൂടെയും പിന്നെ കൺവെൻഷനുകള്, ഇങ്ങനെയൊക്കെയുള്ള ക്രൂസൈഡുകള്, ഇവിടെയൊക്കെ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ അനേകർ കടന്നു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് കുറിച്ചറിയുന്ന പോലല്ല. ദൈവത്തെ അറിയുന്നത് പേഴ്സണലാണ്. പിന്നെ ദൈവവും ദൈവമക്കളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ദൈവമക്കൾക്ക് കുറച്ചുകൂടെ ഒരു മെജോറിറ്റി ഇവിടെ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മളെ വിളിക്കുന്നത് ദൈവമക്കൾ എന്നാണ്. ദൈവം, ദൈവമക്കൾ. അതിൻ്റെ അറിയണമെങ്കിൽ നമ്മളുടെ ഇടയിൽ നമ്മുടെ ഒരു പാസ്റ്റർമാരോ അല്ലെങ്കിൽ നമ്മുടെ സഭാജനങ്ങളോ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നൊരു വാചകമുണ്ട്, ദൈവമക്കൾ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാസ്റ്റർമാരെ വിളിക്കുന്നത് ദൈവദാസൻ എന്നാണ്. ആമേൻ. അത് ഒരു ദൈവദാസൻ എവിടെ ചെന്നാലും, ഒരു പാസ്റ്റർ എവിടെ ചെന്നാലും അഭിസംബോധന ചെയ്യും ദൈവദാസൻ എന്ന്. എന്നാൽ മറ്റുള്ള സമുദായത്തിൽ നിന്ന് അച്ഛന്മാരാകട്ടെ പള്ളിക്കാരാവട്ടെ, ഇത് എവിടെ ചെന്നാലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും പെട്ടെന്ന് വിളിക്കും, പള്ളിയിൽ അച്ഛനും പള്ളിക്കാരും വന്നു എന്നേ പറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവദാസൻ വന്നു, ദൈവമക്കൾ വന്നു എന്ന് ആരും അഭിസംബോധന ചെയ്യാറില്ല. പറയുന്നത് എന്തായിരിക്കും? പള്ളിയിൽ അച്ഛൻ വന്നു, പള്ളിക്കാരും വന്നു, ഇതേ പറയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദൈവമായിട്ട് അത്രയ്ക്കൊരു ബന്ധം. അത് എന്താണ്, എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ദൈവത്തെ നമ്മൾ വിശ്വസിച്ചു, ദൈവത്തെ നമ്മൾ അറിഞ്ഞു. ഒരു കാലത്ത് നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞവരായിരുന്നു. പിൻകാലത്ത് നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത് മാറ്റിയിട്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിയുന്നതെന്ന് പറഞ്ഞാൽ പേഴ്സണലാണ്. അത് ആരോടും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമല്ല. എനിക്കൊരു സംഭവം അറിയണമെങ്കിൽ അത് പേഴ്സണലായിട്ട് അറിഞ്ഞെങ്കിലേ അത് കാര്യം നടക്കുകയുള്ളൂ. അല്ലാതെ ഒരാളെക്കുറിച്ച് പറഞ്ഞു കേട്ട് അതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ വിവരണം നമ്മൾക്ക് ലഭിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ അറിയുക പേഴ്സണലാണ്. അത് അവൻ്റെ അടുക്കൽ ചെല്ലണം. ദൈവത്തെ അറിയണമെങ്കിൽ അവൻ്റെ അടുക്കൽ ചെന്നേ മതിയാവും. അപ്പോഴാണ് ദൈവം അവനെ തന്നെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരും അവൻ ആരാണെന്ന്. അതേസമയം കുറിച്ച് കേട്ടിട്ട് നമ്മൾ പോവും. ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയുന്നവൻ്റെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നവന് പല ഗുണസവിശേഷതകളും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നു നിത്യജീവൻ ലഭിക്കുമെന്ന്. അപ്പം യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി. ദൈവത്തെ അറിയണം, നിത്യജീവൻ ലഭിക്കും. അപ്പം അറിയണമെങ്കിൽ അവൻ്റെ അടുക്കൽ വരണം. ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ ആദ്യം മാധ്യമങ്ങൾ കൂടിയും ടി വിയിൽ കൂടിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെ പരസ്യങ്ങൾ വരും. ഇന്ന സ്ഥലത്ത് ഇന്ന റെസ്റ്റോറൻറ്റ് തുറക്കുന്നു, അവിടെ ഇന്ന ഭക്ഷണങ്ങളുണ്ട് എന്ന് നമ്മൾ കേൾക്കുവാൻ കഴിയും. എന്നാൽ അത് നമ്മൾ കേട്ടിട്ട് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാകുകയില്ല. എന്നാൽ നമ്മൾ അവിടെ ചെന്ന് ആ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണമേന്മ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കതിൻ്റെ ഗുണമേന്മ അറിയണമെങ്കിൽ നമ്മൾ അവിടെ ചെല്ലണം എന്ന് പറയുന്നത് പോലെയാണ്. ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് വീട്ടിൽ പോയി കിട്ടുന്നത് യാതൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾക്കറിയാൻ സാധിക്കും. ദൈവത്തെ അറിയുന്ന പല താരതമ്യങ്ങളും വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ അറിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രജ രാജാവിനെ പ്രകാരമാണ് അറിയുന്നത്. ആട് ഒരു ഇടയനെ എങ്ങനെ അറിയുന്നു? അപ്രകാരമാണ് നാം ദൈവത്തെ അറിയേണ്ടത്. അങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്. അത് പേഴ്സണലാണ്. അവൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ അത് സംഭവിക്കും. അപ്പോൾ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ സാക്ഷ്യമില്ലാതെ ഈ ലോകത്ത് വിട്ടിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും അവൻ്റെ സാക്ഷ്യം നമ്മൾക്ക് കൺമുൻപാൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു മനുഷ്യന് ശരിയേത് തെറ്റേത് എന്ന് ഉള്ള ധാർമ്മികത അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ ചിന്താമണ്ഡലത്തിലും കൊടുത്താണ് ദൈവം മനുഷ്യനെ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവനെ ജനിപ്പിച്ചിരിക്കുന്നത്. ശരിയും തെറ്റും അവന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഏതാണ് നല്ലത് ഏതാണ് തീയത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവനുണ്ട്. എന്നാൽ അത് പലപ്പോഴും അത് മനുഷ്യനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതിലാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. പിന്നെ ദൈവത്തെ അറിയുക എന്നുള്ളത് ഒന്ന്, ഈ ലോകത്തിൻ്റെ ആത്മാവ്, പ്രൈസ് ദി ലോർഡ്, എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് മനുഷ്യാത്മാവിനോട് ഇഴകിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് ജനം ദൈവത്തെ അറിയുവാൻ കഴിയുന്നില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനോട് ഇഴകിച്ചേർന്ന് ഒട്ടിച്ചേർന്ന് ഇങ്ങനെ മുൻപോട്ട് ജീവിച്ചു പോവുക. ആയതിനാൽ ദൈവത്തെ അറിയുവാൻ യാതൊരു കാരണവശാലും അവരെ കൊണ്ട് കഴിയുന്നില്ല. രണ്ടാമത്തെ വിഷയം പറയുകയാണെങ്കിൽ, ഈ ലോകം ഒരു മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമാകുന്ന എല്ലാ ഒത്താശകളും കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും അതെല്ലാം ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവസാനം ചെന്ന് അത് നമ്മളെ രക്ഷിപ്പാൻ പര്യാപ്തമല്ല, അത് ശിക്ഷിപ്പാനേ പര്യാപ്തമാവുകയുള്ളൂ. ഇതുകൊണ്ടും ഈ ലോകത്തിൻ്റെ രീതി ഇങ്ങനെയാണ് മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കാരണത്താലും ഈ ഇഴകിച്ചേരലും കാരണം പലർക്കും ദൈവത്തെ അറിയുവാൻ കഴിയുന്നില്ല. പിന്നെ പലരും പറയാറുണ്ട്, എല്ലാം ഒന്നല്ലേ, എല്ലാ ദൈവങ്ങളും ഒന്നാണ്. അല്ല, എല്ലാ ദൈവങ്ങളും ഒന്നല്ല.
ദൈവത്തിനൊരു നാമമുണ്ട്. ജീവനുള്ള ദൈവത്തിന് ഒരു നാമമുണ്ട്. ആമേൻ. അവനൊരു കഴിവുണ്ട്, അവനൊരു പവറുണ്ട്. അവൻ ലോകത്തെ നിർമ്മിച്ചവനാണ്. ആമേൻ. കേട്ടുകേഴ്വിയിൽ നമ്മൾ ആരാധിക്കുന്നവരല്ല. ദൈവമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നവരുമല്ല. ദൈവമില്ലയോ എന്ന് നമ്മൾ സംശയിക്കുന്നവരല്ല. നമ്മൾ ദൈവമുണ്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്നവരാണ്. കാരണം അതുകൊണ്ടാണ് നാം പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകുന്നത്. നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ തലച്ചോറിലൊക്കെ ദൈവം ആവശ്യമാകുന്ന ധാർമ്മികതയും സത്യവും സകലതും നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ചിന്തിക്കാനുള്ള കഴിവും ആ മനുഷ്യന് കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന്, മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഭാവനാപരമായ ചിന്ത അത് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണ്. ഭാവനാപരമായ ചിന്ത മനുഷ്യന് മാത്രമുള്ളതാണ്. അത് എപ്പോൾ ആവശ്യം വരുന്നുവോ ആ സമയം ഓർമ്മയുടെ താക്കോലിട്ട് അതിനെ പുറത്തെടുക്കുകയും ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ മുഖാമുഖം കാണുകയും അതിനെ വേണ്ടതുപോലെ പരിഹരിക്കുകയും അതിൻ്റെ സമയയുക്തി പോലെ അതിനെ പ്രയോജനപ്പെടുത്തുകയും അതിനുശേഷം അതിനെ മടക്കി തിരിച്ച് അവിടേക്ക് തന്നെ വയ്ക്കുക. ആമേൻ. അപ്പോൾ തിരികെ വയ്ക്കുക. ഇത് മനുഷ്യന് വേണ്ടി മാത്രമുള്ളൊരു സവിശേഷതയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ലോകത്ത് വേറെ ആർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ ധാർമ്മികത ഇതെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിലും തലച്ചോറിലും കൊടുത്തുവിട്ടു എന്ന് പറയുന്നത്. ഭാവനപരമായ ചിന്ത. ഇന്നത്തെ മൃഗങ്ങളെ നോക്ക്, അവർക്ക് ജീവിക്കാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. മരിക്കാൻ അറിയില്ല, ആത്മഹത്യ ചെയ്യാനും അറിയില്ല. പിന്നെ എങ്ങനെ ജീവിക്കുന്നു? ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു. അവർക്കൊരു ഭാവനാപരമായ ചിന്തകളുമില്ല. അവർക്കതിനെ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ മനുഷ്യ, ദൈവം സൃഷ്ടിച്ച മനുഷ്യ, ഇതെല്ലാം നീ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാരണം നിനക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത കൈവടിയാതിരിക്കാൻ അനേകരിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നു, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്നതായ യേശുക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാകുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ, അതായത് ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം, അതിന്റെ പകുതിയോട് ഇത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എഴുതിയിരിക്കുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞേ മതിയാവും. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കുമെന്നേ അവൻ വീര്യം പ്രവർത്തിക്കും. വീര്യം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ പവർ കാണിക്കാനുള്ളതല്ല. അത് മസിൽ പവറിനെ അല്ല ഈ പറയുന്നത്. വീര്യം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കും. അതാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ ആ പുസ്തകങ്ങളിൽ കാണുന്നത്. നമ്മൾ അവരെ എടുത്തു പഠിക്കാനുള്ള കാര്യങ്ങളും അത് തന്നെയാണ്. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ ഉറച്ചു നിന്നില്ലേ? അവർ ഉറച്ചു നിന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ മുൻപിൽ വീര്യം പ്രവർത്തിച്ച് കാണിക്കുവാനിടയായ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രപഞ്ചം മനുഷ്യനെ ഇതിന് സമ്മതിക്കുന്നില്ല. മനുഷ്യൻ അവനവൻ്റെതായിട്ടുള്ള വഴികളിൽ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദപുസ്തകപ്രകാരവും മറ്റു കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓതിക്കൊടുക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ഇത് ചിന്തിക്കാനുള്ള ഒരു സമയം അവർക്കില്ല. എപ്പോഴാണ് അവർക്ക് പിന്നെ ഇത് ചിന്ത വരുന്നത്? അവർ ഓടി ഓടി തളർന്നു കഴിയുമ്പോൾ അവർക്ക് പണ്ടത്തൊരു ചിന്ത ഉണ്ടാവും, എടാ ഇങ്ങനെയല്ല, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് നമ്മൾ നോക്കുക, ദൈവത്തിൻ്റെ പവർ.
എടാ, ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പോറ്റി പുലർത്തുവാനും ദൈവത്തിന് അറിയില്ലയോ? ദൈവത്തിന്റെ പവർ എന്തുവാണ്? ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ചെന്നായ്ക്കളുടെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ ആടുകളെ പോലെ അയക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ നിങ്ങളെ ഞാൻ ആടുകളെ പോലെ അയക്കുന്നു. നമ്മുടെ മാനുഷിക ചിന്തയിലൊന്ന് ചിന്തിച്ച് നോക്കുക. അവിടെ നിൽക്കുന്ന ചെന്നായക്കളുടെ കൂട്ടത്തിലേക്കാണ് ആടുകളെ പോലെ അയക്കുക ആടാ ചെല്ലുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചെന്നായ്ക്കളുടെ കയ്യിലേക്ക് ആടിനെ കെട്ടിക്കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പിച്ച് ചീന്തി അതിൻ്റെ ഒരു അസ്ഥി പോയിട്ട് ഒരു രോമം പോലും അവിടെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ചെയ്ത എന്താണ്? ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ അയക്കാൻ ഒരു കാരണമുണ്ട്. ഈ ആടുകൾ ചെന്നായയുടെ മുൻപിൽ ചെന്നാൽ ഈ ചെന്നായ ഒരെണ്ണം പോലും ആടിനെ തൊടാൻ സാധിക്കുകയില്ല. കാരണം യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ് അവൻ അയക്കുന്നവൻ. ഒരു സിംഹം ആടിനോട് പറയുന്നു, നീ ചെന്നായുടെ അടുക്കിലേക്ക് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹം ആടിനോട് പറഞ്ഞു, നീ ചെന്നായുടെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉലകത്തിൽ ഒരു ചെന്നായല്ല, ഒരു കടുവയല്ല, യാതൊന്നും ഈ ആടിനെ തൊടാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പറഞ്ഞു വിടുന്നവരെ അതിൻ്റെ പവറുള്ളവനാ, അവൻ ഉത്തരവാദിത്വമുള്ളവനാ, അവൻ പറഞ്ഞു വിട്ടാൽ അവനത് നിവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ വാക്കിന് മറികടക്കുവാൻ ഇന്ന് ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ദൈവമാണ് നാം ഇന്ന് അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമായി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഉറച്ചു നിൽക്കുന്നവനും ദൈവത്തെ അറിയുന്നവൻ്റെയും ഒരു ഗുണമേന്മ വേറെ ഉണ്ടാകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെയുള്ളവൻ ഉയരങ്ങളിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുള്ളവൻ? ഉറപ്പുള്ളവൻ, ദൈവത്തെ അറിയുന്നവൻ, ദൈവമായിട്ട് സമ്പർക്കം ചെയ്യുന്നവൻ, ദൈവത്തിൽ നിന്ന് ആലോചന തേടുന്നവൻ, ദൈവത്തിൻ്റെ ആലോചനയാൽ ജീവിക്കുന്നവൻ. അവന് ഉയരങ്ങളിൽ വസിക്കും. പാറക്കോട്ടകൾ അവന് കാവലായിരിക്കും. അവൻ്റെ ചുറ്റിനും വേലിയാണെന്നേ പാറക്കോട്ടകൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ അറിയുന്നവൻ്റെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. ദൈവത്തെ അറിയുന്നവന് ഉണ്ടാകുന്ന ഗുണലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. ഇതൊരു വലിയ ഗുണമല്ലേ? ഉറച്ചു നിൽക്കുന്നവൻ വീര്യം പ്രവർത്തിക്കും. ഉറച്ചു നിൽക്കുന്നവൻ ഉയരങ്ങളിൽ വസിക്കും. ദൈവത്തെ അറിയുന്നവൻ ഉയരങ്ങളിൽ വസിക്കുക മാത്രമല്ല, അവന് പാറക്കോട്ടകൾ, പാറയാണ് അവന് ചുറ്റിനും വേലിയായിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദൈവമാരാണ്? ഉറപ്പുള്ള പാറയാണ്. ആമേൻ. അവൻ ഉറപ്പുള്ള പാറയാണ്. ദൈവത്തെക്കുറിച്ച് പല രീതിയിൽ ശാസ്ത്രം പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശാസ്ത്രം പറയുന്നു ദൈവമില്ല എന്ന് ശാസ്ത്രം പറയുന്നു എന്ന് പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ശാസ്ത്രമൊന്നും പറയത്തില്ല ദൈവമില്ലെന്നൊന്നും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേദപുസ്തകം പറയുന്നത് ശാസ്ത്രം പറയുന്നെന്നല്ല, മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല എന്ന്. എന്നാൽ ശാസ്ത്രം എന്ത് പറയുന്നറിയാമോ? ദൈവശാസ്ത്രത്തിൽ ദൈവം മഹാദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സസ്യശാസ്ത്രത്തിൽ അവൻ ആരാണ്? അവൻ ഷാരോനിലെ പനിനീർ പുഷ്പവും അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയുമാണ്. പ്രൈസ് ദി ലോർഡ്. മൃഗശാസ്ത്രത്തിൽ അവൻ ദൈവമാരാണ്. അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യശാസ്ത്രത്തിൽ അവൻ സാക്ഷാൽ മനുഷ്യപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷിശാസ്ത്രത്തിൽ അവൻ ആണിക്കല്ലാണ്, അവൻ മൂലക്കല്ലാണ്. വസ്തുശാസ്ത്രത്തിൽ അവൻ പാറയാണ്, ഉറപ്പുള്ള പാറയാണ്, യുഗങ്ങളുടെ പാറയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഉറപ്പുള്ള പാറയാണ് നമ്മൾക്ക് വേലിയായി നിൽക്കുന്നത്. പിന്നെന്തിനു നമ്മൾ ഭയപ്പെടണം? നമ്മൾക്കൊന്നേ ചെയ്യുവാനുള്ളൂ, ദൈവത്തെ അറിയുക.
ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് പുറപ്പെടുന്ന ഗുണങ്ങളാണ് നമ്മൾക്ക് വേണ്ടിയുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതൊന്നും മനുഷ്യന്റെ ചിന്തയിലില്ല. മനുഷ്യന്റെ ചിന്തയിൽ ഇതൊന്നുമില്ല. മനുഷ്യനെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഈ ലോകത്തിന്റെ പ്രഭു മനുഷ്യനെ കൊണ്ട് നടക്കുക, അവനെ നശിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അവനെ നശിപ്പിച്ചേ അടങ്ങും. അവസാനം അവനെ കൊണ്ടൊന്ന് മരണത്തിന് ഏൽപ്പിക്കുക. അത് ഏത് രീതിയിലുള്ള മരണങ്ങളും ഇന്ന് നോക്കിയേ, എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു. ഏതെല്ലാം പല രീതിയിലുള്ള മരണങ്ങളല്ലേ നടക്കുന്നത്. ഇതൊക്കെ ദൈവഹിതമാണോ? അല്ല. ഇതെല്ലാം പൈശാചികന്റെ ബന്ധനത്തിൽ നിന്ന് വരുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, യേശു ശിഷ്യന്മാരുടെ യാത്ര ചെയ്തു പോയപ്പോൾ ഒരു ലെഗ്യോന്റെ അടുക്കൽ ചെന്ന് അവനുമായിട്ട് സംഭാഷിക്കുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി വിവരിച്ച് പറയുന്നില്ല. അപ്പൊ ഗദരദേശത്താ ചെന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുവൻ വന്നോ യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തി. പ്രൈസ് ദി ലോർഡ്. അവൻ ആരാണ്? അപ്പൊ യേശു അവനോട് ചോദിച്ചു. അപ്പൊ യേശുവിനെ എതിരേറ്റത് അയാളാണ്. അപ്പോൾ യേശു ചോദിച്ചു, നീ ആരാകുന്നു? അന്നും പറയാണ്, നിന്റെ പേരെന്താ ചോദ്യം പറഞ്ഞു. ഞങ്ങൾ അനേകരാകുന്നു, ഞങ്ങൾ പലരാകുന്നു, ഞങ്ങളുടെ പേര് ലെഗ്യോൻ എന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ യേശു ആരാണെന്ന് ഇവനെ മനസ്സിലായി. അപ്പോൾ അവൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പന്നിക്കൂട്ടം ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാചിനറിയാം, ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നീ വിട്ടുപോയേ മതിയാവും. ഇവൻ ചെന്ന് പറഞ്ഞ വാക്കാണ് അവിടെ ഒരു ഹൈലൈറ്റ് ചെയ്തത്. ഗുരു, നിനക്കും ഞങ്ങൾക്കും തമ്മിൽ എന്താ? സമയത്തിന് മുൻപേ നീ കടന്നു വന്നുപോ എന്നാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഏത് സമയമാണ്? അപ്പൊ പിശാച് യേശുവിനോട് ചോദിക്കുകയാണ്, സമയത്തിന് മുൻപേ നീ വന്നുപോ എന്ന്. അതെ, യേശു സമയത്തിന് മുൻപേ എത്തുന്നവനാ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല യേശു എത്തുന്നത്. യേശു സമയത്തിന് മുൻപേ എത്തുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ അവരൊരു നിശ്ചയം സമയം വെച്ചിരുന്നു. ഈ ലെഗ്യോൻ ഒരു നിശ്ചയ സമയം പിശാച് വെച്ചിരുന്നു, ഈ മനുഷ്യനെ മുക്കിക്കൊല്ലുവാൻ, ഈ മനുഷ്യനെ ഇല്ലാതാക്കുവാനുള്ളൊരു സമയം അവർ കണ്ടെത്തിയിരുന്നു, അവരെ നിശ്ചയിച്ചിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പിശാചികൾക്ക് കൃത്യനിഷ്ഠതയുണ്ട്. അവരൊരുമിച്ചേ നിൽക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം ചിന്തിച്ചാൽ അവരത് കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മൾ ഭിന്നിച്ചെതിരി മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരങ്ങനല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നീ സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നുപോകും. ഒരു പക്ഷെ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദേ ആ കാണുന്ന അകലെ കാണുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു ഒന്നും പറഞ്ഞില്ലല്ലോ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക. ഇതേ പറഞ്ഞോളൂ. ആലോചിച്ച് നോക്കുക. ഞാൻ മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്, അതായത് മൃഗത്തിന് ജീവിക്കാൻ അറിയില്ല, മരിക്കാൻ അറിയില്ല, ആത്മഹത്യ ചെയ്യുവാനും അറിയില്ല. ഇത് മൂന്നും അറിയില്ലാത്ത മൃഗമാണ്. പിന്നെ ജീവിക്കുന്നു, ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നു, അതിന് സമയമാകുമ്പോൾ അത് മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് മൂന്നും അറിയാത്ത മൃഗങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചവനാണ് ഈ പിശാച്. നോക്കുക, ഉടനെ പറഞ്ഞെന്താ? ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അതുവരെ യാതൊരു കുഴപ്പവുമില്ലാതെ, അതായത് പാടത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ മേഞ്ഞ് അവരവരെ ഭക്ഷണം തിന്നുകോ കഴിച്ചുകൊണ്ടിരുന്ന പന്നികളുടെ ദേഹത്ത് ഈ പിശാച് ചെന്ന് കയറി. അപ്പൊ ഇതിനും കണക്കുണ്ട്. പന്നികൾ 2000, 6000 ഭൂതം ഇവരെ ഡിവൈഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 2000 പന്നി, 6000 ഭൂതം. അപ്പോൾ ഒരു പന്നിയിൽ 3 ഭൂതം വെച്ച് ഇവർ ഡിവൈഡ് ചെയ്തു. പിന്നൊരു കാര്യമുണ്ട്, ഇവർക്കറിയില്ലല്ലോ, ഈ പന്നികൾക്കറിയില്ല എങ്ങനെ ആത്മഹത്യ ചെയ്യണം, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. പക്ഷേ ഈ 3 ഭൂതം വീതം ഓരോ പന്നികളുടെ ശരീരത്തിൽ ചെന്ന് കയറിയപ്പോൾ അവർ തമ്മിൽ ഒരു ആലോചന ഉണ്ടായി. ഒരു കാര്യം ചെയ്യണം, ഇത്
വേദപുസ്തകത്തിലുള്ളതല്ല. എന്ന് വെച്ചാൽ ഈ ആലോചന എന്ന് പറഞ്ഞത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അത് നമ്മുടെ ഒരു ആശയത്തിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പന്നിയിൽ 3 ഭൂതം വീതം കയറി. അങ്ങനെ 3 × 6 2000 പന്നിയിൽ 6000 ഭൂതം കയറിയിട്ട് ഒറ്റ സമയത്താണ് ഇത് മൊത്തം വെള്ളത്തിൽ എടുത്തു ചാടി. അപ്പോൾ പിശാചിന് വെയിറ്റ് ഇല്ല, ആത്മാവാ വെയിറ്റ് ഉള്ളത് പന്നിക്ക. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന കടുംതൂക്കത്തോടെ പന്നികൾ ആത്മഹത്യ ചെയ്തെന്നേ. വെള്ളത്തിൽ എടുത്തു ചാടി ചത്തു. അപ്പൊ വെള്ളത്തിൽ എടുത്തു ചാടി ചാടുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ. തൂങ്ങിച്ചാവുന്നത് ആത്മഹത്യ, വിഷമടിച്ച് കഴിക്കുന്നത് ആത്മഹത്യ, ഇതെല്ലാം ആത്മഹത്യയാണ്. അപ്പൊ അതുപോലെ വെള്ളത്തിൽ എടുത്തു ചാടി മൃഗത്തിന് ആത്മഹത്യ ചെയ്യാൻ അറിയാൻ വയ്യാത്ത മൃഗത്തെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ച പിശാചാണ് ഇന്ന് മനുഷ്യന്റെ മേളിലും ആവാഹിച്ച് മനുഷ്യനെ കൊണ്ട് നടന്ന് ഇന്ന് ആത്മഹത്യകൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യുവാനോ എന്തെങ്കിലും അവർ പ്രേരണ നിങ്ങളുടെ ഉള്ളിൽ വരുന്നെങ്കിൽ വെറുതെയാണ്. ഇത് ദൈവമല്ല ഇത് ചെയ്യിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ പ്രഭുവാണ്, അല്ലെങ്കിൽ പിശാചാണ് നിങ്ങളെ കൊണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. നല്ലവണ്ണം ഓർത്തിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ പിശാചിന്റെ പ്രവൃത്തികളാണ് ഇപ്രകാരം ചെയ്തു വരുന്നത്. ആയതിനാൽ ഈ പിശാചിനെ ഒതുക്കുവാൻ മറ്റൊന്നുമില്ല, ദൈവത്തെ അറിഞ്ഞാൽ മതി. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഏറ്റവും പവർഫുൾ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെ ജയിക്കാൻ ഇന്ന് ഉലകത്തിലൊരു ശക്തിയില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് കേൾക്കുവാനിടയായി, ഈ ലോകത്തിലെ ഒരു വലിയ ശക്തിയാണ് തീയ്. ഒരു ശക്തിയിൽ ഒന്നാണ് തീയ്. എന്തു കൊടുത്താലും ആ തീ തിന്നുകളയും, ചാരമാക്കി കളയും, പിന്നെ അതിനെ കാണത്തില്ല. പക്ഷേ ഈ വലിയ പവർഫുൾ ഉള്ള തീയെ ഒറ്റ കപ്പ് വെള്ളം കൊണ്ട് അതില്ലാതാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ വെള്ളമാണ് അതിലും വെള്ളം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വലിയ ശക്തിയായിരുന്ന തീയെ ഒറ്റ കപ്പ് വെള്ളം കൊണ്ട് ഈ തീയെ അണയ്ക്കാൻ പവറുള്ളവനാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളമാണ് വില്ലനായി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വെള്ളത്തെ ഒരു മനുഷ്യൻ ഒറ്റ വലിക്ക് അതിനെ കുടിച്ചു തീർക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വെള്ളത്തിന് പവറും പോയി. അപ്പൊ പിന്നെ ആർക്കാ ഉള്ളത്? മനുഷ്യനാണ് പവറുള്ളത്. ഈ മനുഷ്യനെ ജോഡിയിടയിൽ പിശാച് അവനെ മരണത്തിലേക്ക് കൊണ്ടുപോവുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ വില്ലനാണ് പിശാചാണ്. പക്ഷേ ഈ പിശാചിന്റെ തന്ത്രത്തെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഇല്ലാതാക്കി കളയുന്നതാണ് പ്രാർത്ഥന. എന്നാൽ ഈ പ്രാർത്ഥന ഇന്നുവരെ തകർക്കുവാനോ മുടിക്കുവാനോ അവനെ പരാജയപ്പെടുത്തുവാനോ ഇന്നുവരെ ഒരു ശക്തിക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെ തകർക്കുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ അറിയുക, ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവനാണ് ലഭിക്കുന്നത്. ഒരു നിത്യതയുണ്ടെന്ന് വേദപുസ്തകം ഉടനീളം വിളിച്ചു പറയുന്നു. മത്തായിയുടെ സുവിശേഷം തൊട്ട് പുതിയ നിയമത്തിൽ മൊത്തം നിത്യതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. പോരാങ്കിൽ അവസാനമാകുന്ന വെളിപ്പാട് പുസ്തകത്തിന് 1 മുതൽ വായിച്ചു കഴിയുമ്പോൾ നിത്യതയിലെ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന് നല്ല രീതിയിൽ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും സമയം കാണാതെ ലോകത്തിന്റെ മോഹങ്ങളിൽ വിരഞ്ഞോടിക്കൊണ്ട് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്നവരിങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. 2 വ്യക്തികളെ അറിയുമ്പോൾ നിത്യജീവൻ ലഭിക്കുമെങ്കിൽ ഈ ലോകത്ത് വേറെ ഒരു സംഭവം നമ്മൾക്ക് വേണ്ട. നിത്യജീവന് വേണ്ടി അങ്ങനെ ഒരുങ്ങേണ്ടത് നമ്മൾ ആവശ്യമായിരിക്കുന്നു. ഇതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിത്യജീവനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും കടമ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ട കാര്യമില്ല. ദൈവത്തിനും മനുഷ്യനെ ഉദ്ധരിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ആദം പാപം ചെയ്തൊരു പക്ഷേ മാറി. എന്നാൽ നമ്മളെ വീണ്ടും ഉദ്ധരിച്ചതിന്റെ കാര്യം എന്താ? ഒരു നിത്യത ഉണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇപ്പോൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുകയും ആനന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാരണം
ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്നത് വരെ അവൻ മണ്ണുകൊണ്ടുള്ള പ്രതിമയായിരിക്കുക. അവന് എപ്പോൾ മൂക്കിൽ ജീവശ്വാസം ഊതി അപ്പോഴാണ് അവന് ജീവനുള്ള ദേഹിയായി തീർന്നത്. എന്നാൽ പ്രിയമരെ, നമ്മളെ അങ്ങനെയല്ല. നമ്മളെ ജീവനോടെ തന്നെയാണ് അവൻ സൃഷ്ടിച്ചത്. ഒരു പക്ഷേ ആദാമിനെ സൃഷ്ടിച്ചതുപോലെ നമ്മളെ സൃഷ്ടിക്കുവായിരുന്നെ ഇന്ന് നമ്മൾ പെൻഡിങ്ങിൽ ഇരുന്നേനെ. പ്രൈസ് ലോർഡ്. കാരണം എല്ലാവരെയും മൂക്കിൽ ഊതി വരണ്ടായോ? പ്രൈസ് ലോർഡ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതുപോലെ നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇരുന്നേനെ. നമ്മുടെ മൂക്കിൽ എപ്പോൾ ജീവശ്വാസം ഊതുമോ ആ സമയം വരെ നമ്മൾക്ക് നടക്കില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചിന്തിച്ചു? ഒറ്റ മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മളെ എല്ലാവരെയും തുടക്കത്തിലെ ജീവനോടെ നമ്മളെ സൃഷ്ടിക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചെങ്കിൽ അതുപോലെ തന്നെ നാം അവനെ പുകഴ്ത്തേണ്ടതുമാണ്, അവനെ ആരാധിക്കേണ്ടതുമാണ്, അവനെ അറിയേണ്ടതുമാണ്. കാരണം ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെ വിളിച്ചറിയിക്കുന്ന ഒരു ദിനങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാം. ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇന്ന് നമ്മൾ പ്രസംഗിക്കുകയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമയം വരെ എന്നെ ശ്രവിക്കുകയും കാണുകയും ചെയ്ത എല്ലാ ദൈവമക്കൾക്കും ഈ വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അവസരം തന്നതായ ഷിജു പാസ്റ്റർ കുടുംബം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.